ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാധാരം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ആദിത്യാദിനവഗ്രഹാഭ്യാം നമഃ. ഓം ഹ്രീ ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വരുന്ന മേടമാസം 18-ാം തീയതി, അതായത് 2024 മെയ് 1-ാം തീയതി പകൽ 2:04 വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്, മാറുകയാണ്. അപ്പോൾ ആ ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഈ വർഷത്തെ, അതായത് ഒരു സാധാരണഗതിയിൽ വ്യാഴം 361 ദിവസമാണ് ഒരു രാശിയിൽ ശരാശരി നിൽക്കുന്നത്. അത് അതിചാരം, വക്രം, ഇതൊക്കെ കൊണ്ട് അതിനൊക്കെ വ്യത്യാസങ്ങളുണ്ടാവാം. എങ്കിലും ആവറേജ് കണക്കാക്കിയിരിക്കുന്നത് 361 ദിവസം എന്നുള്ളതാണ്. ഈ വർഷം ഈ 2024 മെയ് 1 മാറുന്ന വ്യാഴം 2025 മെയ് 14 വരെ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു വർഷവും 2 ആഴ്ചയാണ് ഈ വർഷത്തെ വ്യാഴസ്ഥിതി ഇടവൻ രാശിയിൽ. അപ്പോഴതിൻ്റെ സ്വാധീനം നമ്മൾ ഓരോ നക്ഷത്ര ജാതരിലും ഓരോ രാശിക്കൂറുകളിലുള്ളവരിലും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ഓരോ ഗ്രഹങ്ങളുടെയും രാശിമാറ്റം അഥവാ രാശിസ്ഥിതിക്ക് നമ്മൾ സ്വാധീനം ഉണ്ട്, ഓരോന്നിനും അതിൻ്റേതായ സ്വാധീനമുണ്ട്, ഓരോ ഫലങ്ങളും ഉണ്ട്, അതിന് യാതൊരു സംശയവുമില്ല. എങ്കിലും വ്യാഴം, ശനി, ഈ 2 ഗ്രഹങ്ങളുടെ മാറ്റത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഈ വ്യാഴം എന്ന് വെച്ചാൽ സർവേശ്വരകാരകനാണ്, അതായത് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. വൈഷ്ണവമായിട്ടുള്ളതിനെല്ലാം സൂചിപ്പിക്കുന്നത് ഗ്രഹമാണ്, സർവേശ്വരകാരകനാണ്. അതായത് നമ്മുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംരക്ഷണത്തിൻ്റെ ആൾ മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണു, വൈഷ്ണവമായിട്ടുള്ള മൂർത്തികളെയൊക്കെ നമ്മളതിൻ്റെ ദേവതാ കാരകത്വം പറയാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ഈ വ്യാഴം ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഗോചര വ്യാഴഫലം കുറേ നക്ഷത്രക്കാർക്ക് അനുകൂലവും കുറേ പേർക്ക് എപ്പോഴും പ്രതികൂലമായിരിക്കും. അത് സ്വാഭാവികം. എല്ലാവർക്കും ഒരുപോലെ 2, 5, 7, 9, 11 വരത്തില്ല. വ്യാഴം 12 രാശികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ദശാകാലവും പ്രതികൂലം, ഗോചരവും പ്രതികൂലം, അങ്ങനെ ഒരു പ്രതികൂലാവസ്ഥയുള്ള ആളുകളെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഗോചരം വ്യാഴം പ്രതികൂലത മാത്രമാകട്ടെ, പ്രധാനമായിട്ടുള്ളത് വിഷ്ണു ഭജനം അതിൻ്റെ ഒരു പരിഹാരമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതായത് ജപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ജകാരോ ജന്മനാശന പകാരോ പാപനാശന എന്നാണ്. ഇപ്പോൾ മഞ്ഞ വസ്ത്രം ധരിക്കുക, അതായത് വ്യാഴത്തിൻ്റെ വർണ്ണമായിട്ടാണ് മഞ്ഞയെ പറയുന്നത്. ഭഗവാന്റെ വസ്ത്രത്തിൻ്റെ നിറവും അത് തന്നെ, സവീത വസ്ത്രം സരസീരുഹേക്ഷണം എന്ന് പറയും. അപ്പോൾ ആ മഞ്ഞയ്ക്ക് അങ്ങനെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, മഞ്ഞ പുഷ്പങ്ങൾ ധരിക്കുന്നത് ഒക്കെ നമുക്ക് പൊതുവേ ഈ വ്യാഴപ്രീതികരങ്ങളായിട്ടും ഇങ്ങനെയുള്ള ദോഷപരിഹാരമായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശനം, നമ്മുടെ വഴിപാടുകൾ, അതൊക്കെ ഓരോരുത്തരുടെയും മനോധർമ്മം പോലെ അതൊക്കെ ചെയ്യാം, അതൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അശ്വതി തൊട്ട് തുടങ്ങാം. അതായത് രാശിചക്രത്തിലെ ആദ്യ രാശിയിലെ നക്ഷത്രങ്ങളെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനകത്തൊരു ക്രമാനുഗതമായിട്ട് നമുക്കത് വരും. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം, അതാണ് മേടൻ രാശി നക്ഷത്രങ്ങൾ. അപ്പോൾ അവർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമായിട്ടാണ്. കാര്യം ഇപ്പോൾ അവർക്ക് ജന്മവ്യാഴകാലമാണ്. അതായത് എപ്പോഴും നമ്മുടെ അവരവരുടെ ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്നത് പ്രതികൂലമായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവർക്കതല്ല 2ലേക്ക് ഒരു പ്രൊമോഷനാണ്.
അപ്പോൾ 2ലേക്ക് വ്യാഴം, ഇടവൻ രാശിയിലേക്കാണ് വ്യാഴം മാറുന്നത്. അപ്പോൾ അങ്ങനൊരു അനുകൂല ഫലത്തെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ 2ാം ഭാവം പൊതുവെ ധനഭാവവും കൂടാണ്. അപ്പോൾ നമുക്ക് ഈ കൂറുകാർക്ക് ഗോചര വ്യാഴ ഫലം വെച്ചിട്ട് ധനലാഭം, പിന്നെ ശത്രുക്കളൊക്കെ മിത്രങ്ങളാവുക, ശത്രുനാശത്തെ അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ല ശത്രു മരിക്കുക എന്നുള്ളതല്ല, ശത്രുക്കളൊക്കെ മിത്രങ്ങളായിട്ട് വരിക, പിന്നെ ലൗകികമായിട്ടുള്ള സുഖാനുഭവങ്ങളൊക്കെ നിർലോഭം വരിക. അപ്പോൾ അങ്ങനെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വ്യാഴവർഷമാണ് നമ്മൾ വരുന്നത്. അതുപോലെ കാർത്തിക മുക്കാൽ, ഇടവൻ രാശിയിലെ നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാൽ, അതായത് കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം ആദ്യത്തെ 2 പാദങ്ങൾ, ഇതാണ് ഇടവൻ രാശി നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ. ഇവർക്ക് ജന്മവ്യാഴമാണ്, അതായത് ഗോചര വ്യാഴം പ്രതികൂലമായിട്ടാണ് ഈ വർഷം. അപ്പോൾ അവർക്കുള്ള സ്വാഭാവികമായിട്ട് ജന്മവ്യാഴത്തിൻ്റെ ഫലങ്ങൾ പറയുന്നത് സ്ഥാനചലനം, ധനനഷ്ടം, കലഹം, ബുദ്ധിക്ക് മന്ദത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയൊക്കെ നമ്മൾ നേരെ പ്രവർത്തിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ ഡിപ്രഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ജന്മവ്യാഴത്തിൻ്റെ ഗോചര ഫലമായിട്ട് പിന്നെ വരാഹമിരാജൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയേണ്ടത് മകയിരം, അതായത് മിഥുനക്കൂറുള്ള നക്ഷത്രങ്ങളെയാണ്. മിഥുനക്കൂറുള്ള നക്ഷത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകയിരം 3, 4 പാദങ്ങൾ, പുണർതം, തിരുവാതിര, പുണർതം മുക്കാൽ, അതായത് 1, 2, 3 പാദങ്ങൾ, ഇതാണ് മിഥുനൻ രാശിയിലെ നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചോളം ഗോചര വ്യാഴം അവരുടെ ചന്ദ്രൻ്റെ 12ലേക്കാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അലച്ചിൽ, പിന്നെ അതികഠിനമായിട്ടുള്ള ദുഃഖാനുഭവങ്ങൾ, ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് ഈ ഗോചര ഫലം പറയുന്നത്. പിന്നെ അവരുടെ ദശാകാലമൊക്കെ നല്ലതാണ്, വരാഹമീരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും അവരെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യത്തില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയേണ്ടത് കർക്കിടകക്കൂറുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. അതായത് പുണർതം 4ാം പാദം, പൂയം, ആയില്യം, ഇതാണ് കർക്കിടക രാശി നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ 11ാം ഭാവം സർവാഭീഷ്ടഗമോ എന്നാണ് ആ ഭാവത്തെ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പം എല്ലാ അഭീഷ്ടങ്ങളുടെയും സ്ഥാനമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സാധിക്കുക, ഉയർച്ച ഉണ്ടാവുക, ആരോഗ്യം, ധനപരമായിട്ടുള്ള റിട്ടേൺസിൻ്റെ ഭാവം കൂടാണ് അയം 11 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ധനാഭിവൃദ്ധിയൊക്കെ സൂചിപ്പിക്കുന്നതായിരിക്കും. പിന്നീടുള്ളത് മകം, പൂരം, ഉത്തരം 1ാം പാദം, ചിങ്ങക്കൂറുള്ള നക്ഷത്രങ്ങളാണ്. അവർക്ക് 10ലേക്കാണ് വ്യാഴം. ഈ ഗോചര വ്യാഴം 10ൽ വരുന്നതും സ്ഥാനഭ്രംശത്തെയും ധനനഷ്ടത്തെയും ഇങ്ങനെയൊക്കെയുള്ള വിപരീത ഫലങ്ങളെയാണത് സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് ഉത്തരം മുക്കാൽ, അതായത് ഉത്തരം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിരയുടെ ആദ്യ 2 പാദങ്ങൾ, അതായത് കന്യരാശി നക്ഷത്രങ്ങൾ. അവർക്ക് 9ലേക്കാണ് ഗോചരവ്യാഴം, അവരുടെ ചന്ദ്രസ്ഥിത രാശിയുടെ 9ലേക്ക്. അപ്പോൾ അവർക്ക് 9 എപ്പോഴും ഭാഗ്യഭാവം കൂടാണ്. അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ, കർമ്മസിദ്ധി, ആജ്ഞാശക്തി, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക, ധനലാഭം, പിന്നെ ഭാഗ്യലബ്ധി, സന്താനസിദ്ധി, അതായത് സന്താനങ്ങളൊക്കെ ആ ഏജിലുള്ള ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ സന്താനങ്ങളുടെയൊക്കെ ഉണ്ടാവേണ്ട സമയമായിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നെ ഫലങ്ങളാണ്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹമൊക്കെ നടക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള കാലങ്ങളാണ്. അടുത്തത് നമ്മുടെ തുലാം രാശി നക്ഷത്രക്കാരാണ്. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം മുക്കാൽ, അതായത് വിശാഖം 1, 2, 3 പാദങ്ങൾ. അപ്പോൾ അവർക്ക് തുലാം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഗോചര വ്യാഴം വരുന്നത് ചന്ദ്രൻ്റെ 8ലേക്കാണ്. 8ഉം അഷ്ടമവും മോശമായിട്ടുള്ള ഭാവമാണ് ഗോചരഫലത്തിൽ. അപ്പോൾ അവർക്ക് രോഗം, ബന്ധനം, ദുഃഖാനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യമായിട്ടുള്ളൊരു കാലമാണ്. അപ്പം നമ്മൾ ദശാകാലമൊക്കെ കൂടെ പ്രതികൂലമാണ്, അവർ ശ്രദ്ധിക്കുകയും ഈശ്വരഭജനമൊക്കെ ചെയ്യുകയും വേണം. അടുത്തത് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളെ സംബന്ധിച്ചാണ്. വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട. അപ്പോൾ അതാണ് വൃശ്ചികൻ രാശി നക്ഷത്രങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോചര വ്യാഴം ചന്ദ്രൻ്റെ 7ലേക്കാണ് വരുന്നത്, ജന്മകാല ചന്ദ്രൻ്റെ 7ലേക്ക്. അപ്പോൾ അത് വളരെ അനുകൂലമായിട്ടാണ് പറയുന്നത്. ബുദ്ധി സാമർഥ്യം വർദ്ധിക്കുക, വാക് സാമർഥ്യം, കാര്യസിദ്ധി, ധനലാഭം, ലൗകിക സുഖാനുഭവങ്ങൾ, വിവാഹമൊക്കെ നടക്കാൻ ഗോചര 7ലെ വ്യാഴം നന്നായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അടുത്തത് ധനുരാശി നക്ഷത്രങ്ങളാണ്.
മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദമാണ് ധനുരാശി നക്ഷത്രങ്ങൾ. അവർക്കും ഗോചരവ്യാഴം അവരുടെ ജന്മചന്ദ്രൻ്റെ 6-ലേക്കാണ് വരുന്നത്. അത് പൊതുവെ ഒരു എന്തുണ്ടായാലും ഒരു സുഖമില്ലായ്മയിലേക്കാണ്. എന്തോ ഒക്കെ ഉണ്ടായാലും നമുക്കൊരു പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടായാലും തൃപ്തിയില്ല എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അതാണ് ഈ 6-ലെ ഗോചരവ്യാഴത്തിൻ്റെ ഫലം. അടുത്തത് നമ്മൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരൻ രാശി നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ ഉത്രാടം 1/4, അതായത് ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം ആദ്യത്തെ, അതായത് ആദ്യത്തെ 1, 2 പാദങ്ങൾ, അവരാണ് മകരൻ രാശി നക്ഷത്രക്കാർ. അപ്പോൾ അവർക്ക് ഗോചരവ്യാഴം അനുകൂലമായിട്ടാണ് വരുന്നത്, 5-ലേക്കാണ് വരുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുക, സന്താനലബ്ധി ആ ഒരു സമയമുള്ളവർക്ക്, പിന്നെ പോയിട്ട് സ്വർണ്ണരത്നാദി ലബ്ധി, ഗൃഹമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുക, അല്ലെ വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഫലമാണത്. പിന്നീടുള്ളത് അവിട്ടം കുംഭൻ രാശി നക്ഷത്രക്കാരാണ്. അതായത് അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ വെച്ചാൽ 1, 2, 3 പാദങ്ങൾ. കുംഭൻ രാശി നക്ഷത്രക്കാർക്ക് അവരുടെ ഗോചരവ്യാഴം ജന്മചന്ദ്രൻ്റെ 4-ലേക്കാണ് വരുന്നത്. അപ്പോഴത് ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ പ്രയാസങ്ങൾ വരിക, ഒരിടത്തും സുഖമില്ലാതിരിക്കുക, എന്തൊക്കെ നമ്മൾ ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ അവർക്ക് ടെൻഷൻ ഇതൊക്കെ ഉണ്ടാവുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫലങ്ങളായിട്ട് പറയുന്നുള്ളത്. അടുത്തത് മീനൻ രാശി നക്ഷത്രക്കാരാണ്. പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി, ഇതാണ് മീനൻ രാശി നക്ഷത്രക്കാർ. അവർക്ക് അവരുടെ ജന്മചന്ദ്രൻ്റെ 3-ലേക്കാണ് ഗോചര വ്യാഴം വരുന്നത്. അവരെ സംബന്ധിച്ചും പ്രതികൂലമായിട്ടുള്ള, അതായത് മറഞ്ഞ ഭാവങ്ങളാണ് അതൊക്കെ, ഈ 3, 6, 8, 12 അപ്പോൾ അവർക്ക് സ്ഥാനഭ്രംശം, കാര്യങ്ങൾക്കെല്ലാം നാശം, ഇങ്ങനെയൊക്കെയുള്ള കാര്യതടസ്സങ്ങൾ, ഇതൊക്കെയാണ് ഈ ഫലങ്ങളായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ദശാകാലവും ഗോചരവും എല്ലാം പ്രതികൂലമായിട്ടുള്ളവർ വിഷ്ണു ഭജനമൊക്കെ ചെയ്യുക. പിന്നെ ധർമ്മദൈവ പ്രസാദം, അത് ഏറ്റവും വിശേഷമാണ്. അവരവരുടെ ധർമ്മദൈവത്തെയൊക്കെ നന്നായിട്ട് ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പൂ തറവാടുകൾ, പുതിയ നമ്മുടെ ആളുകളൊക്കെ ഈ പ്രശസ്തിയുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ താല്പര്യമുള്ളവരാണ്. അവരുടെ കുടുംബക്ഷേത്രം ചെറുതായിരിക്കും. അപ്പോൾ അവിടെ പോകുന്നതിനേക്കാൾ പെട്ടെന്ന് നമ്മൾ ഫലങ്ങൾ വലിയ ക്ഷേത്രങ്ങളിൽ പോയാൽ കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ അത് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ എവിടെ പ്രാർത്ഥിച്ചാലും ഫലങ്ങളുണ്ടാവണമെങ്കിൽ ആദ്യം നമ്മുടെ ധർമ്മദൈവങ്ങളെ പ്രസാദിപ്പിക്കണം. നമ്മുടെ പിതൃക്കളോടുള്ള കർമ്മങ്ങളൊക്കെ, ശ്രാദ്ധാദികളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഇത് രണ്ടും കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ എളുപ്പമായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരു ശുഭാശംസകൾ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ.